ഞാനും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താ? ഖുർആൻ ഓതിയിട്ട് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും മൂല്യപരമായിട്ടുള്ള ഒരു പാഠം എന്താ? ഖുർആനിനെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നേ? എൻ്റെ വീടകങ്ങളിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കുടുംബ സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഇത്രയും കാലമായിട്ട് ഖുർആൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളക്കാണ്. എന്നെ വഴികാട്ടുന്നത് ഈ ഖുർആനാണ്. ഈ ഖുർആനിൻ്റെ പ്രാപഞ്ചികമായിട്ടുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഖുർആൻ എന്നോടാണ് സംസാരിക്കുന്നത്. ഖുർആൻ എന്നോടാ പറയുന്നത്, മറ്റുള്ള ജീവജാലങ്ങളോടല്ല. ബുദ്ധിയും വിവേകവും വൈകാരികമായിട്ടുള്ള ചിന്തയും ശക്തിയുമുള്ള മനുഷ്യരായിട്ടുള്ള നമ്മളോടാ ഖുർആൻ സംസാരിക്കുന്നേ. ഈ ഖുർആനിൻ്റെ ആയത്തുകൾ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിഫലിക്കുന്നുണ്ട്. നേരത്തെ ഇർഷാദ് ഫാറൂഖി സൂചിപ്പിച്ച പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഉപ്പയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുണ്ട്. ഉപ്പ, നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്ത് പ്രവർത്തനമാണോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങൾ എന്നെയും കൂട്ടി ഇവിടെ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതിനൊരു തടസ്സവും പറയില്ല. അതിൻ്റെ കാരണം ആ മകൻ ആ ഉപ്പയോട് പറയുന്നുണ്ട്, ഉപ്പ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നമ്മൾ രണ്ടു കൂട്ടരും നാളെ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സ്വർഗമുണ്ടുപ്പാ. ഞാൻ മരണപ്പെട്ടാലും ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും ഉപ്പാ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോയാലും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ക്ഷമാലുക്കളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടും. നമ്മുടെ മക്കൾക്ക് നമ്മളോട് പറയാനും നമുക്ക് നമ്മുടെ മക്കളോട് പറയാനും കഴിയേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായിരിക്കണം. നമ്മൾ ജീവിക്കണം എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയല്ലേ. ഈ സ്വർഗം നമുക്ക് മുമ്പിൽ വളരെ കൃത്യമായി അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ച് തരുന്ന ഒരു ഗ്രന്ഥമല്ലേ ഖുർആൻ. നമ്മുടെ ജീവിതമാണ് ആ വരച്ചു വച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ വളരെ കൃത്യമായി അള്ളാഹു അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്തി വച്ചിട്ടില്ലേ. ആ ഖുർആനോളം വലിപ്പമുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നില്ലേ. ഖുർആനിനെ കുറിച്ച് തന്നെ പറയുന്നത് എന്താ? വ ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അള്ളാഹുവിൻ്റെ ദൂതന്റെ മേൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ആയത്തുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ അതുപോലെ ഒരു സൂറത്തിനെ കൊണ്ടുവരണം. ഈ ശത്രുക്കളായിട്ടുള്ള ആളുകളോട് ഖുർആൻ ഈ രൂപത്തിൽ ഖുർആനിനെ കുറിച്ച് പറയണമെങ്കിൽ ഖുർആനിനെ പല ആളുകളും സ്വീകരിച്ച രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കണം. പണ്ടുണ്ടായിരുന്ന ആളുകൾ, റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ ഖുർആനിനെ സ്വീകരിച്ച രൂപം ഖുർആനിനെ ഏറ്റവും മോശകരമായി ചിത്രീകരിക്കുകയും ഖുർആനിനെ അങ്ങേയറ്റം വഷളത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം. എന്നാൽ നമ്മൾ അങ്ങനെയല്ലെങ്കിൽ പോലും മദ്യനിരോധനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഖുർആൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ലാ തഖറബു സ്വലാത്ത വ അൻതും സുക്കാറ. നിങ്ങൾ ലഹരി ബാധിച്ചിരിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ നമസ്കാരത്തിനെ സ്വീകരിക്കരുതെന്ന ഖുർആൻ പറഞ്ഞത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നതെന്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ആലോചിക്കുക. ഞാൻ ഓതുന്ന ഖുർആനിനെ കുറിച്ച് എനിക്കറിയോ? ഞാൻ പറയണത് എന്താന്ന് എനിക്കറിയോ? ഞാൻ വെറുതെ ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്തു പോരുന്ന കുറെ കാര്യങ്ങളാണോ ഈ ഖുർആനിലുള്ളത്? അല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മനുഷ്യ മനസ്സുകളെ പിടിച്ചിരുത്താൻ ഉതകുന്ന രൂപത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മളോട് പറയുന്നുണ്ടല്ലോ. ഇതിനെപ്പോലെ മറ്റൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഇതുപോലുള്ള ഒന്ന് ഈ ലോകത്തില്ല. നിങ്ങൾ നോക്കുക, ലോകത്ത് ഒരുപാട് വേദങ്ങൾ കാണാൻ കഴിയും. ഋഗ്വേദം പോലെ, സാമവേദം പോലെ, അഥർവവേദം പോലെ, യജുർവേദം പോലെ നിരവധി വേദങ്ങൾ കാണും. അതിനേക്കാൾ കൂടുതലായിട്ട് 118ഓളം വരുന്ന ഉപനിഷത്തുകളുടെ ഒരു ഏടുകൾ തന്നെ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ മുകളിലായിട്ട് എന്തുകൊണ്ടാണ് ഖുർആൻ എത്തുന്നത്? ഈ ഖുർആൻ ഈ തൊട്ട് മുമ്പിൽ പറഞ്ഞ വേദങ്ങളും ഉപനിഷത്തുകളും അവതരിപ്പിച്ച ആളുകൾ
അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു വെച്ചുകൊണ്ടും അവരുടേതായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും മാത്രം സമ്മേളിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തെ അവതരിപ്പിച്ചപ്പോൾ ഈ ലോകത്തിന്റെ ഓരോ മനുഷ്യന്റെ കണികകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, പ്രവാചകൻ തിരുമേനി സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതുമല്ല. ഇൻഹുവ ഇല്ല വഹ്യുൻ യൂഹ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടുന്ന ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയ ഈ ഖുർആനിനെ നമുക്ക് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഖുർആനിൽ ഒരുപാട് പ്രവചനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രവചനങ്ങൾക്ക് വേണ്ടി മാത്രം കാതോർത്തിരിക്കുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് മനസ്സിലായിട്ടുള്ള ഖുർആൻ എന്താ, ഞാൻ വായിക്കുന്ന ഖുർആൻ എന്താ, ആ ഖുർആൻ എന്നോട് സംസാരിക്കുന്ന സംസാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഓർക്കുക. ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ഒരു സമുദായത്തിൻ്റെ രൂപം വളരെ വ്യക്തമാണ്. അങ്ങേയറ്റം മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച ഒരു സമുദായത്തെ ഏറ്റവും മനോഹരമായ ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉതകുന്ന രൂപത്തിൽ പ്രവാചകൻ തിരുമേനി അവരിങ്ങനെ വാർത്തെടുക്കുന്നുണ്ട്. പക്ഷേ ആ ആളുകൾക്ക് ലഭിച്ച ഖുർആനിന്റെ വെളിച്ചമാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത്? അവരോട് സംസാരിച്ച അതേ ആയത്തുകൾ തന്നെയല്ലേ നമ്മുടെ മുമ്പിലുമുള്ളത്? അവരോട് പോണമെന്ന് പറഞ്ഞ അതേ സ്വർഗം തന്നെയല്ലേ നമ്മളോടും പോണമെന്ന് ആവശ്യപ്പെട്ടത്? അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത അതേ നരകം തന്നെയല്ലേ നമ്മുടെയും മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുന്നത്? അവർക്ക് ശത്രുവാണെന്ന് പരിചയപ്പെടുത്തിയ അതേ പിശാചിനെ തന്നെയല്ലേ നമ്മുടെയും ശത്രുവായിട്ട് പരിചയപ്പെടുത്തിയത്? മാറ്റങ്ങളില്ല. അവർ സ്വീകരിച്ച രൂപത്തിലാണോ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സ്വീകരിക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക. ആധുനിക ശാസ്ത്രം ഇങ്ങനെ വളരെ പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശാസ്ത്രത്തെക്കാൾ എത്രയോ ഉന്നതിയിലാണ് ഖുർആൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ആധുനിക കാലഘട്ടത്തിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയപ്പോൾ ഈ ലോകത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഹലാൽ എന്താണ് എന്നും ഹറാം എന്താണ് എന്നും ഈ ഖുർആൻ വളരെ കൃത്യമായി ഈ ലോകത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ സംഗതികളും വളരെ കൃത്യമായി മനുഷ്യ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുകയാ. ഖുർആനിന്റെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ലേന്നേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വല്ല പൂട്ടിട്ടും വച്ചിരിക്കുകയാണോ? വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന്നു മാനസം. നമ്മുടെ കൽബുകളൊക്കെ ഒന്ന് തുറക്കണം. ഈ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയണം. ഈ ഖുർആനിന്റെ സംസാരം നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയണം. മക്കൾക്കിടയിൽ ഖുർആനിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാവണം. കുടുംബത്തിൽ ഖുർആനിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലും ഖുർആനിന്റെ ആയത്തുകൾ പ്രതിഫലിക്കാൻ തുടങ്ങണം. ശാസ്ത്രീയ രംഗങ്ങളിൽ ഖുർആനിനേക്കാൾ മികച്ചതായി കൊണ്ട് ആർക്കും ഒന്നും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, ഹുവല്ലദി അൻശഅക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ വൽ അഫ്ഇദ ഖലീലൻ മാ തസ്കുറൂൻ. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും അല്ലാഹു തന്നെയാണ് പടച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും നിങ്ങൾക്ക് കേൾക്കാനുള്ള കാതും നിങ്ങൾക്ക് കാണാനുള്ള കണ്ണും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ആയത്ത് പറഞ്ഞ സമയത്ത് ഒരു സുഹൃത്ത് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ആപ്പിളിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആപ്പിൾ എന്ന് പറയുന്ന ആ ഐഫോണിന്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞങ്ങളവിടെ ഓരോ വർഷം കൂടുന്തോറും ഐഫോണിന്റെ ഇയർബഡുകൾ ഉണ്ടാക്കും, ചെവിയിൽ വെക്കുന്ന ഹെഡ്ഫോണുകൾ ഉണ്ടാക്കും. ഈ ഹെഡ്ഫോണുകൾ ഓരോന്നുണ്ടാക്കുമ്പോഴും ഞങ്ങൾക്ക് പടച്ചവൻ നൽകിയ ഒരു ചെവിയോളം വലിപ്പമുള്ളത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെറും ഒരു ഹെഡ്സെറ്റ് അല്ല, ഞങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ചെവി എത്രമാത്രമുണ്ടോ അത്രയും ഭംഗിയായിക്കൊണ്ടാ ഞങ്ങൾ ഓരോ ഹെഡ്ഫോണുകളും ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നേ വരെ അള്ളാഹു നൽകിയിട്ടുള്ള ആ ചെവിയോളം വലുപ്പമുള്ള ഒരു ഹെഡ്ഫോൺ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന കാര്യം ആലോചിച്ച് നോക്കുക. 94 തവണ അല്ലാഹു അക്ബർ എന്ന് നമ്മളൊരു ദിവസം പറയാറുണ്ട്. ഈ അള്ളാഹു ഏറ്റവും വലിയവനാ. ശാസ്ത്രലോകത്തിന്റെ പുരോഗതിക്ക് കാരണമാകുമ്പോൾ JD ബർണൽ എന്ന് പറയുന്ന ഐറിഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ശാസ്ത്രത്തിന്റെ പുരോഗതിയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ആധുനിക ശാസ്ത്ര ഗ്രന്ഥം വായിക്കുമ്പോൾ അതിലെ തെളിവുകളും ആരെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല. ഈ കാര്യകാരണ വിചാരാടിസ്ഥാനത്തിലുള്ള
ശാസ്ത്ര ദർശനങ്ങൾ പെറുക്കിയെടുത്താണ് പിൽക്കാലത്ത് യൂറോപ്പ് വളർന്നത് തന്നെ. യൂറോപ്പിലേക്കും യൂറോപ്പിന്റെ വിവിധ പ്രവിശ്യകളിലുമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ കാരണം ഈ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോഴും അമേരിക്കയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ യൂറോപ്പുകാരേക്കാൾ കൂടുതൽ നമുക്ക് ഖുർആൻ എങ്ങനെയാണ് ഈ സ്വീകാര്യയോഗ്യമായിട്ടുള്ളത്? വെറുതെ സ്വീകരിച്ച് വച്ചിട്ടുള്ളതാ? വീടിനകത്ത് ഷെൽഫിനകത്ത് ഒളിപ്പിച്ചു വെക്കാനുള്ളൊരു ഗ്രന്ഥമായിട്ടാണ് ഖുർആനെ കുറിച്ച് പറയണത്? അല്ല. ആ ഖുർആനിനകത്ത് ഗോളങ്ങളെ കുറിച്ച് പറയുന്നു, ആകാശത്തിന്റെ അനന്തതയെക്കുറിച്ച് പറയുന്നു, ആറ്റത്തിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു, ജീവകോശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. എല്ലാ നിലക്കും മനുഷ്യനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ സംസാരിക്കുമ്പോൾ ഈ സംസാരങ്ങൾ നമ്മളോടാണ് എന്ന ബോധ്യം നമുക്ക് വരാതിരിക്കുന്നിടത്തോളം കാലം ഈ ഖുർആനിനെ നമ്മൾ എത്ര കാലം പാരായണം ചെയ്തിട്ടും കാര്യമില്ല. ഖുർആൻ ഓതി കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഖുർആൻ ഓതിയിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ടല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കരയേണ്ടത്? കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലാഹ് ഭൂതവും ഭാവിയും വർത്തമാനവും വളരെ കൃത്യമായി പറയുകയാണ്, അല്ലേ? ഈ ഖുർആൻ ഓതിയിട്ട് കരയാത്ത നമ്മൾ ഏതെങ്കിലും നോവൽ വായിച്ചിട്ട് നമ്മൾ കരയും, ഒരു സീരിയൽ കണ്ടാൽ കരയും, ഒരു പഴയകാല സിനിമ കണ്ട അത് ഓർത്ത് ഇപ്പോഴും കരയും. പക്ഷെ ഖുർആനിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ഒരു സങ്കടവും വന്നിട്ടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഫല അകൂന അബ്ദൻ ശക്കൂറ എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നില്ലേ? ചരിത്രത്തിലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിനെ തുടർന്ന് വീണ്ടും ആ സംഭവം നീണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ബിലാൽ ഇബ്നു റവാഹ വരുമ്പോഴും റളിയല്ലാഹു അൻഹു അദ്ദേഹം വരുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്നതും ഇതേ മറുപടി തന്നെയാ, അഫല അകുന അബ്ദൻ ശക്കൂറ. അതിനുശേഷം പ്രവാചകൻ തിരുമേനി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ബിലാലെ, എനിക്ക് കഴിഞ്ഞ ദിവസം വിശുദ്ധ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് ആയത്ത് എന്നറിയോ? ആയത്ത് ഈ ലോകത്തുള്ള പ്രാപഞ്ചികപരമായിട്ടുള്ള കുറേ സത്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുണർത്തിക്കൊണ്ടുള്ള ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈൽ. ആകാശഭൂമികളിലുള്ള സൃഷ്ടിജാലത്തിന്റെ ആ സർഗവൈഭവങ്ങളെ അള്ളാഹു തുറന്നു കാണിക്കുന്ന ആയത്തുകളെ കുറിച്ചായിരുന്നു ബിലാല് എനിക്ക് ഇന്നലെ രാത്രി അവതരിച്ചത്. അള്ളാന്റെ റസൂല് ഓർത്തിരുന്നത് അതിനെക്കുറിച്ചാണ് കേട്ടോ. അള്ളാന്റെ റസൂല് ചിന്തിച്ചിരുന്നത് പ്രാപഞ്ചികമായിട്ടുള്ള കുറെ സത്യങ്ങളെ കുറിച്ചായിരുന്നു. ഈ സത്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 1876 ഹോളണ്ടിലെ സോമർഡാം എന്ന പ്രാണിശാസ്ത്രജ്ഞനാണ് തേനീച്ചകളിലെ തൊഴിൽ വിഭജനത്തിനെ കുറിച്ച് ആദ്യമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാ ഖുർആനോ കാലങ്ങൾക്ക് മുമ്പേ ഖുർആനിനെ കുറിച്ച് ഈ തേനീച്ചയെ കുറിച്ചുള്ള സത്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിശദീകരണങ്ങളും വളരെ കൃത്യമായി ഈ ലോകത്തോട് പറയുന്നുണ്ട്. തേനീച്ചകളിൽ ഒരു റാണിയുണ്ടാകും, ആണും പെണ്ണും എന്നിങ്ങനെ വിവിധ 3 വിഭാഗങ്ങൾ ഉണ്ടാകും. തേനീച്ചകളിലെ ജോലികൾ മുഴുവൻ നിർവഹിക്കുന്നത് പെൺ തേനീച്ചകളാണെന്ന് ആ മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുൻപേ, കാലങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ കുറിച്ചുള്ള ഒരു അധ്യായം തന്നെ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഈ ഖുർആനല്ലേ ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ വീട്ടിൽ എടുത്തു വച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ കനപ്പെട്ട ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു എൻസൈക്ലോപീഡിയ അല്ലാട്ടോ, ഏതെങ്കിലും ഒരു സർവ്വവിജ്ഞാന കോശമല്ല. അതിനേക്കാളൊക്കെ ഉന്നതിയിലാണോ എൻ്റെ ഖുർആൻ ഇരിക്കുന്നത്. ആ ഖുർആനിനെ വീടിനകത്തൊരു ഷെൽഫിൽ ഇങ്ങനെ ഭംഗിയായി ഭദ്രമായി വെക്കാനുള്ളതല്ല, അതെന്റെ ജീവിതമാ ആ വരച്ചു വെച്ചിട്ടുള്ളത്. എനിക്കുള്ള ഏറ്റവും വലിയ ചോദ്യാവലിയാണ് ആ ഖുർആൻ. ആ ചോദ്യാവലിക്കുള്ള ഉത്തരമായിരിക്കണം എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ. ഞാനിവിടുന്ന് പോകുന്നേരം എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് കൊണ്ടുപോയി വെക്കാൻ കഴിയുന്നത് ഈ ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കണം. ഈ ഖുർആൻ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാധുനിക ഗ്രന്ഥങ്ങളും ഈ ലോകത്ത് നിലവിലില്ല എന്ന ഒരു ബോധ്യത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ റമദാനിൽ ഖുർആനിന്റെ പാരായണം കൊണ്ട് ഉയരാൻ കഴിയേണ്ടത്. ഖുർആനിലെ പ്രവചനങ്ങൾ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തലങ്ങളിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ 1929 ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിള് പ്രപഞ്ചം വികസിക്കുന്നു എന്ന നിഗമനത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലം മുമ്പ് വിശദീകരിച്ചു തന്നതാ? നാളുകൾക്ക് മുമ്പേ ഖുർആനിന്റെ ഈ ലോകത്തിന്റെ വികസനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? അവലം യറൽ ലദീന കഫറു അന്ന സമാവാതി വൽ അർദ
കാനത റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ലി ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. ഞാൻ ആ ആയത്തിന്റെ അർത്ഥം പറയുന്നില്ല, അവസാനത്തെ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി. അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ ഇതിൽ വിശ്വസിക്കണില്ലേ? നിങ്ങൾക്ക് ഇതിൽ ബോധ്യം വരുന്നില്ലേ? ഈ ലോകവും ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങളും വെറുതെ ഉണ്ടായതാ? നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കാൻ ഖുർആൻ പറയുന്നില്ലേ? ഈ പ്രാപഞ്ചികമായിട്ടുള്ളതിലേക്ക് നോക്കാൻ ഖുർആൻ പറയുന്നില്ലേ? ഈ നോക്കുന്നതിലെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവം എത്രയാണ് എന്നുള്ളതും ആരാണ് എൻ്റെ റബ്ബ് എന്നുള്ളത് ബോധ്യപ്പെടാൻ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതുകൊണ്ടാണ് കഴിയുക? നമസ്കാരത്തിന്റെ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ 94 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നവരാ നമ്മൾ. ഈ അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ റബ്ബ് വലിയവനാണ് എന്ന ബോധ്യം ഈ ഖുർആൻ കൊണ്ട് നമുക്ക് കിട്ടണം, വേണ്ടേ? ആ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്താലല്ലേ അള്ളാന്റെ അരികിൽ നമുക്ക് ഏറ്റവും നല്ല സ്ഥാനീയരായിട്ട് മാറാൻ കഴിയുള്ളൂ. നമ്മുടെ തമ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഖുർആൻ നടത്തുന്നുണ്ട്, നമ്മുടെ വിരലടയാളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഖുർആൻ നടത്തുന്നു. ഇതെല്ലാം മനുഷ്യർക്ക് അവന്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മൂല്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ഈ ഖുർആനിൻ്റെ ആയത്തുകളെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സൂര്യനെക്കുറിച്ച് നമ്മൾ സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ മാത്രമേ സംസാരിക്കാറുള്ളൂ, അതല്ലെങ്കിൽ ഗ്രഹണം വരുന്ന സമയത്ത് മാത്രമേ സൂര്യനെക്കുറിച്ച് പറയാറുള്ളൂ. ചന്ദ്രനെക്കുറിച്ചും മാസപ്പിറവി വരുന്ന സമയത്ത് മാത്രമേ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചർച്ചകളുള്ളൂ. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂലേ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് കരഞ്ഞ കുറേ രംഗങ്ങൾ പറയുന്നിടത്ത് ഏറ്റവും സുപ്രധാനമായിട്ട് അടയാളപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഈ പ്രാപഞ്ചികമായിട്ടുള്ള കുറേ സംഗതികളെക്കുറിച്ച് അള്ളാഹിൻ്റെ റസൂൽ ഇരുന്നിങ്ങനെ ഓർക്കുമായിരുന്നു എന്നാ. ആ പ്രാപഞ്ചികതയിൽ നമുക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും അതെനിക്കെൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു സന്ധി നടക്കുന്ന സമയത്ത് അള്ളാഹു വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമുണ്ടല്ലോ, ഈ ലോകത്ത് നിങ്ങൾ പരാജയപ്പെടൂല, നിങ്ങൾ ഒരു നിലക്കും പരാജിതരായിട്ട് മടങ്ങേണ്ട ആവശ്യം വരൂല. ഉംറയ്ക്ക് വേണ്ടി വന്ന ആളുകൾ തിരിച്ചു പോണ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ലഖദ് സ്വദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നിർഭയരായിട്ട് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രവേശിക്കുമെന്നുള്ളത് അള്ളാന്റെ ഉറപ്പായിരുന്നു. അവർക്ക് കൊടുത്ത, വിശ്വാസികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള വാക്കായിരുന്നു. ആ വാക്ക് പുലരുക തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്? അള്ളാഹു പറഞ്ഞിട്ടുള്ള ഏത് വാക്യമാ, ഏത് സംസാരമാ ഈ ലോകത്ത് നടക്കാതിരുന്നിട്ടുള്ളത്? എല്ലാം നടന്നിട്ടില്ലേ? വളരെ കൃത്യമായി തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് അതിനുള്ള പഠനം അവസാനിക്കില്ല. അതിങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു വിഷയം ആയതുകൊണ്ട് അതവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം ഈ ലോകത്ത് പ്രാപഞ്ചികമായിട്ട് പഠനം നടത്തുന്ന ആളുകൾക്ക് പുറമെ എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ മരണം. ഖുർആൻ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹങ്ങളും മരണത്തെ ആസ്വദിക്കുമെന്നുള്ളത് പടച്ചോൻ്റെ പ്രവചന. അത് പുലരുക തന്നെ ചെയ്യൂട്ടോ. അതിന് പ്രായം ഒരു തടസ്സമല്ല, അതിന് ആരോഗ്യം ഒരു തടസ്സമല്ല, അതിന് ശരീരത്തിൻ്റെ കുറവുകളോ കൂടുതലോ അതൊന്നും ഒരു പ്രയാസമേ പ്രതിസന്ധിയോ ആ മരണത്തിൻ്റെ മുമ്പിലാവൂല. അതൊരു പ്രവചന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണത്. ആ മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആൻ കൊണ്ട് ഉൾക്കൊള്ളിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മളിങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കരുതുന്നൊരു വിഷയമുണ്ട്, ഞാനിപ്പോഴൊന്നും പോകൂല, ഞാൻ കുറച്ച് കാലം കൂടി ഇവിടെയൊക്കെ ഉണ്ടാവും, ഞാൻ കുറച്ച് കാലം കൂടിയൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നവനായിരിക്കുമെന്നുള്ള ബോധ്യത്താൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴേ എൻ്റെ വീടിനടുത്ത് 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ പന്ത് കളി കഴിഞ്ഞ് വന്നിട്ട് ഉമ്മാൻ്റെ അരികിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയതാ. പിന്നെ ആ മോൻ വീട്ടിലേക്ക് വന്നത് ഒറ്റയ്ക്കായിരുന്നില്ല, അവനെ കൊണ്ടുവരാൻ കുറേ ആളുകളുണ്ടായിരുന്നു. അവൻ ഇട്ടുകൊണ്ടുപോയ വസ്ത്രത്താലല്ല തിരിച്ചു പോകുന്നത്. അവൻ പോകുന്ന സമയത്ത് അവനെ 3 കഷ്ണം തുണിയിലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഉമ്മ അറിഞ്ഞില്ല കേട്ടോ, എൻ്റെ മോന് കൊടുക്കണ അവസാനത്തെ ചോറാണിതെന്ന്.
ആ മോന് പറഞ്ഞില്ല, എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണമാണിതെന്ന് ആ മോനും അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. പ്രവചനമാണ്. ഇത് പുലരുക തന്നെ ചെയ്യും. ഇത് സത്യമായിട്ട് ഈ ലോകത്ത് നടപ്പാകും. എല്ലാ നിലക്കും പടച്ചവന്റെ തീരുമാനങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ അടിവരയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. വിവാഹം നടത്താൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന ഒരു സുഹൃത്തെ, അവന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവന്റെ വീട്ടിൽ നിന്ന് ആളുകൾ പോകുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ആ പെൺകുട്ടിക്ക് ശാരീരികമായിട്ടൊരു അസ്വസ്ഥ്യം നേരിടുന്നത്. അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. പക്ഷെ തിരിച്ച് വീട്ടുകാർ മാത്രമേ വന്നുള്ളൂ. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. ശരീരം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൾക്ക് ക്യാൻസർ ആയിരുന്നു. 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ക്യാൻസർ ആയിരുന്നു ശരീരത്തിന്. 4ാമത്തെ സ്റ്റേജായിരുന്നു. പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കല്യാണ സദസ്സിലേക്കും കല്യാണത്തിന്റെ ആഘോഷരാവുകൾക്കെല്ലാം വിലങ്ങ് ചാർത്തിക്കൊണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ മരണവാർത്ത വന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നതെല്ലാം സത്യമാണ്. 2, നമുക്ക് സന്തോഷ വാർത്തയായിക്കൊണ്ട് അള്ളാഹു സ്വർഗം നൽകുമെന്നുള്ള പ്രവചനമാണ്. ആ പ്രവചനം പുലരണമെങ്കിൽ ഇന്നലിൽ മുത്തഖീന മഫാസ, അള്ളാഹു നാളെ വിജയം നൽകുന്നത് ഏറ്റവും നല്ല തഖ്വയുള്ള ആളുകൾക്കായിരിക്കുമെന്ന്. അള്ളാഹനെ അറിയേണ്ട കോലത്തിൽ അറിയുന്നവരും അള്ളാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നവരും അള്ളാഹനെ കുറിച്ച് ചിന്തിക്കേണ്ട രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കും നാളെ റബ്ബ് ഏറ്റവും നല്ല വിജയം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പ്രവചനം പുലരും. നമുക്ക് വേണ്ടി നമ്മൾ വന്നതിന് ശേഷമാണ് ഈ ദുനിയാവിനെ നമ്മൾ ഒരുക്കിയത് എങ്കിൽ നമുക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പേ ഈ പരലോകവും സ്വർഗവും നരകവും എല്ലാം റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ആ റെഡിയായിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയണം. നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് മുമ്പേ ജീവിച്ച സഹാബാക്കളായ ആളുകൾ ഖുർആനിനെ സ്വീകരിച്ച രൂപവും അവർ സ്വർഗത്തിലേക്ക് നടന്നതും നരകത്തിൽ നിന്ന് ഏറ്റവും വലിയ വിദൂരത്തേക്ക് മാറിയതും ഖുർആൻ കൊണ്ടാണ് എങ്കിൽ എനിക്കെന്റെ ഖുർആൻ കൊണ്ട് എന്ത് നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി 12 വർഷം എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കാലമായി ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പള്ളിയുടെ മുകളിൽ നിന്ന് ഒരു ദിവസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് താഴേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീഴുന്നുണ്ട്. താഴെ നിന്ന് മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഇത് വല്ല നജസായിട്ടുള്ള വെള്ളമാണോ? ഞാൻ കഴുകണോ? ഞാൻ വുളു എടുത്ത മനുഷ്യനാ. ഹസൻ അൽ ബസ്രി അദ്ദേഹത്തോട് തിരിച്ചു പറയുന്നുണ്ട്, ഇത് നജസായിട്ടുള്ള ഒരു വെള്ളം തന്നെയാ. അദ്ദേഹം ഒന്നുകൂടി ആലങ്കാരികമായിട്ട് ആ വിഷയത്തെ സമീപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കണ്ണീര് നജസല്ല എന്നറിയാമെങ്കിൽ പോലും ആ മനുഷ്യനൊരു വിശദീകരണം കൂടി കൊടുക്കുന്നുണ്ട്. പാപഭംഗിലമായി ജീവിച്ച ഒരു മനുഷ്യന്റെ പാപക്കറയാണോ ആ കഴുകിക്കളഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുള്ള പോരായ്മകളെ കഴുകിക്കളയാൻ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് ഉപകാരപ്രദമാകണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ചിന്തിക്കാനും ജീവിതത്തിന് ഖുർആനിന്റെ വക്താവായി മാറുവാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഗമത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രതിഫലങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.